നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ഗ്രാമപഞ്ചായത്തിൽ പരിസ്ഥിതി ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കനകമല വന സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനാചരണം പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പതിനൊന്ന് വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കൊടകര സ്വദേശിക്ക് 7 വർഷം കഠിന തടവ്. വാർത്തകൾ വിശദമായി. കൊടകര ഗ്രാമപഞ്ചായത്തിൽ പരിസ്ഥിതി ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നും ആരംഭിച്ച റാലി ചെറുവത്തൂർ ചിറ പരിസരത്ത് സമാപിച്ചു. റാലിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, ആശാ, അങ്കണവാടി, കുടുംബശ്രീ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. ഹരിതകർമ്മസേന അംഗങ്ങൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, ഷിനി ജയ്സൺ, CDCB MM ഗോപാലൻ, സജിനി സന്തോഷ്, TV പ്രജിത്ത്, ഹരിതകർമ്മസേന കോർഡിനേറ്റർ ഹഫ്സ ഷാജഹാൻ, CWF സിയ ബാബു, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അക്രഡിക്ടർ എഞ്ചിനീയർ ജലജ രാജൻ, അനൂപ് ജി നായർ, ശാലു മോൻ എന്നിവർ സംസാരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിവ്യ ഷാജു സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽ കുമാർ നന്ദിയും പറഞ്ഞു. കനകമല വന സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. കനകമല സെന്റ് ആന്റണീസ് പള്ളി ഹാളിൽ നടത്തിയ ലോക പരിസ്ഥിതി ദിനാചരണം കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. കനകമല VSS പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. വെള്ളിക്കുളങ്ങര റേഞ്ച് ഓഫീസർ ജോബിൻ ജോസഫ്, കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ PK ദാസ്, കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം TR ബാബു, VH അനൂപ്, ചട്ടിക്കുളം റേഞ്ച് ഓഫീസർ ദേവിക സംഘമിത്ര എന്നിവർ സംസാരിച്ചു. കനകമല വന സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തേശ്ശേരി AUP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ലോക പരിസ്ഥിതിയെക്കുറിച്ച് ക്ലാസും വൃക്ഷത്തൈ വിതരണവും പുസ്തക വിതരണവും ചടങ്ങിൽ നടത്തി. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഇത്ര പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം ഒട്ടും ചെറുതല്ല എന്നുള്ളതാണ്. ഇപ്പോൾ കനകമല VSS ഏതാനും ദിവസം മുമ്പ് എന്നെ കാണാൻ വന്നിരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കണം, ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞു. വളരെ അവരുടെ ആകാംക്ഷയും ലോക പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവരുടെ അവബോധം കണ്ടപ്പോൾ വലിയ സന്തോഷമായി. ലോകം ഇവിടെ കേരളത്തിൽ കൊടകരയിൽ കനകമലയിൽ മാത്രമല്ല, ലോകത്തിന് മുഴുവൻ. കാരണം അവിടെ വരെ നമ്മൾ വിചാരിച്ച് ഇറങ്ങി തിരിച്ച് അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ അതാണ് ഏത് തരത്തിൽ. അപ്പം അതിനുവേണ്ടി എല്ലാവരും സബ് കോൺഷ്യസ് മൈൻഡ് സെറ്റ് ചെയ്ത് പഠിച്ച് നാളത്തെ തലമുറയ്ക്ക് നല്ലൊരു സന്ദേശം നൽകുന്ന ഒരു വ്യക്തിപ്രഭാവമായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കണം. അതിനെന്ത് ചെയ്യണം? ജൂൺ 5 ലോക പരിസ്ഥിതി ദിനാചരണം പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി സബിത G, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ MK, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NM പുഷ്പാകരൻ എന്നിവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ സരിത തിലകൻ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി MK വിജയൻ നന്ദി പറഞ്ഞു. ചടങ്ങിൽ ഒരു തൈ നടാം ജനകീയ വൃക്ഷവൽക്കരണം ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭരണസമിതിയുടെ ഓർമ്മയ്ക്കായി ഹരിത സ്മൃതി എന്ന പേരിൽ പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ ഓർമ്മ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. 18-ാം വാർഡ് അംഗവും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും ഒത്തുചേർന്ന് മരങ്ങൾ നട്ടു.
അതിനോടൊപ്പം പഞ്ചായത്തിൻ്റെ ഹരിത അവാർഡുകളുടെ പ്രഖ്യാപനവും അവാർഡ് ദാനവും നടത്തി. 2024-25 വർഷത്തിൽ 6 മേഖലകളിലായി പരിസ്ഥിതി സൗഹൃദപരമായ മാതൃകാ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികളെയാണ് പഞ്ചായത്ത് ഹരിത അവാർഡുകൾ നൽകി ആദരിച്ചത്. മറ്റത്തൂർ ദർശനം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം KS ബിജു ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ AV രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. TP വിനയൻ പ്ലാസ്റ്റിക് മലിനീകരണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. തുടർന്ന് സൗജന്യമായി ഫലവൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി കുട്ടികൾക്കായി ഔഷധ ഉദ്യാനം ഒരുക്കി. സ്കൂൾ അങ്കണത്തിൽ തണൽ വിരിച്ചു നിൽക്കുന്ന ലക്ഷ്മി തരു വൃക്ഷത്തിന് ചുറ്റുമാണ് പരിസ്ഥിതി ക്ലബിൻ്റെ നേതൃത്വത്തിൽ വിവിധതരം ഔഷധ സസ്യങ്ങൾ കൊണ്ട് ഉദ്യാനം ഒരുക്കിയത്. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ K രമാദേവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം റിട്ടയർഡ് ഫോറസ്റ്റ് ഓഫീസർ വർഗീസ് വാഴപ്പള്ളി അശോക തെച്ചിയുടെ തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ സഞ്ജയ് K, വൈസ് പ്രിൻസിപ്പാൾ MK ഷീജ, K ബിന്ദു, VK സതി എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി ദിന പ്രതിജ്ഞ. നമ്മൾ ജീവിക്കുന്ന ഭൂമി ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ മനുഷ്യരുൾപ്പെടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഇന്നത്തെ. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വൈസ് പ്രിൻസിപ്പാൾ ജയശ്രീ അയ്യപ്പൻ ക്ലാസ് നയിച്ചു. വിദ്യാലയത്തിൻ്റെ പ്രവർത്തന പരിധിയിലുള്ള 40 ഗ്രാമസമിതികളിലേക്ക് വൃക്ഷത്തൈ വിതരണം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുകേഷ്, ഡയറക്ടർ മോഹനൻ വടക്കേടത്ത്, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, KM സിദ്ധാർത്ഥൻ, സ്കൂൾ മാനേജർ C രാഗേഷ്, പ്രിൻസിപ്പാൾ KR വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് കൊടകര, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നിവർ സംയുക്തമായി ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. പരിപാടിയുടെ ഭാഗമായി വിവിധ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളുമാണ് സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശോകൻ TG നിർവഹിച്ചു. മുനിയാട്ടുകുന്ന് സംരക്ഷണ സമിതി അംഗം ഭാസ്കരൻ MK സ്വാഗതം ആശംസിച്ചു. പരിസ്ഥിതി ദിന സന്ദേശം നൽകിയത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സെക്രട്ടറി ജോസ് മാസ്റ്റർ ആയിരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയും അതിൻ്റെ സാമൂഹിക പ്രസക്തിയും അദ്ദേഹം വിശദീകരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റോസിലി തോമസ്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് M ശിഖാമണി, സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഫസർ ഡോക്ടർ ജോമോൻ ജോസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വേലായുധൻ സ്മാരക വായനശാലയുടെ അംഗമായ സത്യൻ EK നന്ദി പറഞ്ഞു. പ്രധാന പരിപാടികളുടെ ഭാഗമായി മുനിയാട്ടുകുന്ന് ടൂറിസ്റ്റ് മേഖലയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ, പഞ്ചായത്ത് അംഗങ്ങൾ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകർ എന്നിവർ ചേർന്ന് ശേഖരിച്ച മാലിന്യങ്ങൾ ഹരിത കേരളം മിഷന് കൈമാറി. തുടർന്ന് ഹരിത ക്യാമ്പസായ സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ പരിസ്ഥിതി സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന കൊടകരയിലെ വനിതകളുടെ സംഘടനയായ കാദംബരിയുടെ സ്ഥാപക രാജശ്രീ പരിസ്ഥിതി സംരക്ഷണത്തിന് പുനരുപയോഗ വസ്തുക്കളുടെയും റീസൈക്ലിംഗ് വഴിയുള്ള ഉൽപ്പന്നങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ചും വിദ്യാർത്ഥികളെ ബോധവൽക്കരിച്ചു. പിന്നീട് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഔഷധ വൃക്ഷത്തൈകൾ നട്ടു. 11 വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കൊടകര സ്വദേശിക്ക് 7 വർഷം കഠിന തടവ്. കൊടകര സ്വദേശി അഴകത്ത് കൂടാരം വീട്ടിൽ 54 വയസ്സുള്ള ശിവനെയാണ് ഇരിഞ്ഞാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ട് ശിക്ഷ വിധിച്ചത്. 7 വർഷം കഠിന തടവും 60,000 രൂപ പിഴയുമാണ് ശിക്ഷ. 2020 ബന്ധുവീട്ടിൽ TV കണ്ടുകൊണ്ടിരുന്ന അതിജീവിതയെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ചെന്ന് ലൈംഗികാതിക്രമം നടത്തി പീഡിപ്പിക്കുകയായിരുന്നു. കൊടകര പോലീസാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല ഹാജരായി. ഇന്നത്തെ സ്വർണ്ണവില.
സ്വർണം ഗ്രാമിന് 9,090 രൂപ, പവന് 72,720 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര ഗ്രാമപഞ്ചായത്തിൽ പരിസ്ഥിതി ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കനകമല വന സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനാചരണം പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പതിനൊന്ന് വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കൊടകര സ്വദേശിക്ക് 7 വർഷം കഠിന തടവ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.